ഓക്കെ, നമുക്ക് ക്വസ്റ്റ് നമ്പർ 9 കിടക്കാം. ഇത് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പെർമ്യൂട്ടേഷൻ ചാപ്റ്റർ ക്വസ്റ്റ് ആണ്, റാങ്ക് ആണ് ക്വസ്റ്റ് ആണ് അല്ലേ. ഇവിടെ എന്താ, a letter of the word Udaipur are written in all possible ways with or without meaning and those words arranged in a dictionary, then rank of Udaipur അല്ലെ. ഉദയ്പൂർ എന്ന വേർഡ് റാങ്ക് ആണ്. റാങ്ക് ആണ് ഷോർട്ട് മെത്തേഡ് നമ്മൾ പഠിച്ചല്ലേ അല്ലെ. എന്താ പറയുക, വളരെ ഈസി ഡയറക്റ്റ് ക്വസ്റ്റ് ആണ്. നമ്മൾ എപ്പോഴും പറയുന്നത് ചോദിക്കുന്നത് അല്ലെ. ചോദിച്ചു എന്താണ് ഉദയ്പൂർ, ഇങ്ങനെ എഴുതാം അല്ലെ. റാങ്ക് ആകുമ്പോൾ എന്താ, ആദ്യം ഇതിലെ ഓരോ ലെറ്റേഴ്സിനും റാങ്ക് കൊടുക്കുക അല്ലെ. അവിടെ ഫസ്റ്റ് വരുന്നത് എ അല്ലേ, എ. പിന്നെ എ ബി സി ഡി ഉണ്ട് അല്ലെ. ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ഉണ്ട് അല്ലെ. പി ഉണ്ട്, ക്യു ആർ ഉണ്ട്, എസ് ടി യു ഉണ്ട്, യു 2 പ്രാവശ്യം ഉണ്ട് അല്ലെ. പിന്നെ വൈ അല്ലെ. പിന്നെ നമ്മൾ എന്താ എഴുതാറ്, എഗൈൻ 0 ഫാക്ടോറിയൽ എഴുതി, 1 ഫാക്ടോറിയൽ എഴുതി, 2 ഫാക്ടോറിയൽ എഴുതാ, 3 ഫാക്ടോറിയൽ എഴുതാ, 4 ഫാക്ടോറിയൽ, 5 ഫാക്ടോറിയൽ, 6 ഫാക്ടോറിയൽ നേരത്തെ എഴുതാം അല്ലെ. പിന്നെയോ എടാ, ഈ യുവിന്റെ മുകളിൽ 5 അല്ലേ. 5നേക്കാൾ ചെറിയ എത്ര പേര് റൈസലുണ്ട്? 5നേക്കാൾ ചെറുത് 2 ഉണ്ട്, 1 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. 4 ആൾക്കാരല്ലേ, 4 ആൾക്കാരുണ്ട് അല്ലേ. സോ 4 ആൾക്കാർ. ഡീന് മുകളിൽ 2 അല്ലേ. 2നേക്കാൾ ചെറുത് ആരാ റൈസലുള്ളൂ? 1 മാത്രമേ ഉള്ളൂ, ഒറ്റ ആള്. അവിടെ എന്റെ മുകളിൽ 1 അല്ലേ. 1നേക്കാൾ ചെറുത് ആരും റൈസൽ ഇല്ലല്ലോ, ഇല്ല അല്ലേ, 0. അവിടെ വൈൻ്റെ മുകളിൽ 6 അല്ലേ. 6നേക്കാൾ ചെറുതല്ലേ ഈ 3 ആൾക്കാരും. സോ 3 ആൾക്കാരുണ്ട് 6ന് ചെറുത് അല്ലെ. ഇനി പീന്റെ മുകളിൽ 3 അല്ലേ. 3യേക്കാൾ ചെറുത് ആരും ഇല്ലല്ലോ റൈസലിൽ, ഇല്ല, 0. അവിടെ യുവിന്റെ മുകളിൽ 5 അല്ലേ. 5നേക്കാൾ ചെറുത് ആരും റൈസലുണ്ടോ? ചെറുത് ആരും റൈസലിൽ ഇല്ല അല്ലെ, 0. ഉണ്ടല്ലേ. അവിടെ യുവിന്റെ മുകളിൽ 5 അല്ലേ. 5നേക്കാൾ ചെറുതല്ലേ 4. ഒരാളുണ്ട് അവിടെ, ഒരാളുണ്ട്. കാൽക്കുലേഷൻ ഇപ്പം തെറ്റിയാനെ. ഇനി 6ന്റെ റൈസലിൽ ആരുമില്ല, 0. ഷോർട്ട് കട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്, ഞാൻ വെറുതെ കുറെ പറഞ്ഞ സമയങ്ങളിൽ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. ഇനി എന്ത് ചെയ്യാം, എടാ ഇനി ഇവിടെ ഒരാൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്ന കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ യുവിന്റെ മുകളിൽ 5 അല്ലേ അല്ലെ. 5 ഉൾപ്പെടെ റൈറ്റ് സൈഡിൽ ആരാ റിപ്പീറ്റ് ചെയ്യുന്നത്? 5 ഉൾപ്പെടെ 2 5 ഉണ്ട് അവിടെ അല്ലേ. അപ്പൊ 2 ആൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ബൈ 2 ഫാക്ടോറിയൽ അടാ. ഇനി റൈറ്റ് സൈഡിലേക്ക് ആരും റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ. എന്താ, ഡിന്റെ മുകളിൽ 2 ആ. 2ന്റെ റൈറ്റ് സൈഡിലേക്ക് ആരും റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ. റൈറ്റിലേക്ക് മാത്രം നോക്കിയാൽ മതി. അവിടെ ഇവിടെ ആണെങ്കിൽ റൈറ്റിൽ 5 ഉൾപ്പെടെ 2 പേര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്നാൽ അതിനുശേഷം ഈ ഡിന്റെ മുകളിൽ 2 ആ 2 ഉൾപ്പെടെ ആരും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ എടുത്താലും ആരും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഒന്നും എടുത്താൽ ആരും റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ കഴിഞ്ഞ ഒരാട് ഇനി ആരും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി എന്ത് ചെയ്യാ, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ഇൻറ്റു ഇത് അല്ലെ. 4/2 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ, 1 ഇൻറ്റു 5 ഫാക്ടോറിയൽ പ്ലസ് 0 ഇൻറ്റു ഇതിന്റെ ആവശ്യം 0 അല്ലേ വരിക. 3 ഇൻറ്റു 3 ഫാക്ടോറിയൽ പ്ലസ് 0 ഇൻറ്റു ഫാക്ടോറിയൽ 0 പ്ലസ് 1 ഇൻറ്റു 1 ഫാക്ടോറിയൽ പ്ലസ് 0 ഇൻറ്റു 0 ഫാക്ടോറിയൽ 0 അല്ലെ. പ്ലസ് ലാസ്റ്റ് 1 ആഡ് മറക്കരുത് അല്ലെ. ഇതെന്ത് വരിക, 4/2 ഫാക്ടോറിയൽ 2 അല്ലേ. ഇവിടെ 6 ഫാക്ടോറിയൽ 720 അല്ലേ. 5 ഫാക്ടോറിയൽ എത്രയാ, 5 ഫാക്ടോറിയൽ 240, 5 ഫാക്ടോറിയൽ 240 അല്ലേ വരിക. 5 ഇൻറ്റു 120 അല്ലേ. 5 ഫാക്ടോറിയൽ 120. 5 ഫാക്ടോറിയൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 120 അല്ലേ. 3 ഇൻറ്റു 3 ഫാക്ടോറിയൽ 6 അല്ലേ. 1 ഇൻറ്റു 1 ഫാക്ടോറിയൽ 1 പ്ലസ് 1 അല്ലേ വരിക. അപ്പൊ എന്ത് വരിക, ഇത് 2 ആവും. ആ 2 ഇൻറ്റു 720 1440 വരും അല്ലെ. പ്ലസ് 120 പ്ലസ് ഇത് 18 അല്ലേ. 18 പ്ലസ് 2 20 ആവില്ലടാ. അപ്പൊ എത്രയാ, ഇത് 140 ആവും അല്ലെ. സോ 140 പ്ലസ് 1440 അത് വരിക 1580 വരിക. 1580 ഓപ്ഷൻ എ അല്ലേ വരിക. ഓപ്ഷൻ എ ആൻസർ. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള വളരെ ഡയറക്റ്റ് ആയ ക്വസ്റ്റൻ ആണ്. ഒരു ബുദ്ധിമുട്ടുള്ള ജസ്റ്റ് എന്താണ് റാങ്ക് ആണെന്ന് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്, വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല. ഓക്കെ.